നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി കുരുമുളക് ഇട്ട് വരട്ടി ഒരു ലിവർ ഫ്രൈഡ് റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് ലിവറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതേ റെസിപ്പിയിൽ തന്നെ ചിക്കൻ്റെയും മട്ടൻ്റെയും ലിവർ റോസ്റ്റ് നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ലിവർ ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകി വെച്ചിരിക്കുന്ന ഈ ലിവറിലേക്ക് 1/2 കഷ്ണം നാരങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 10 കുരുമുളകും ഒന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ ലിവർ കുക്ക് ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ്. ഓരോ സ്ഥലത്തും ലിവറിൻ്റെ വേവ് വ്യത്യാസമായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഒരു 1/4 സ്പൂൺ കറി മസാലയും കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മുതൽ 3 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ലിവർ റോസ്റ്റിൻ്റെ മസാല തയ്യാറാക്കാം. ഇതിനായിട്ടൊരു പാൻ എടുക്കാം. പാൻ ചൂടായ ശേഷം ഇതിലേക്ക് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് ബേ ലീഫ്, ഗ്രാമ്പു, വലിയ ജീരകം ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ചെറുതായിട്ട് സ്ലൈസസ് ആയിട്ട് അരിയുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഓപ്ഷണലാണ്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഒരു പച്ചമുളക്, പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ ഐറ്റമായിട്ടുള്ള കുരുമുളക് ചേർക്കാം. കുരുമുളക് ക്രഷ് ചെയ്തതാണ്. അതിനുശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കറി മസാല, 1/4 സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് മസാലയുടെ മണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഇപ്പം മസാലപ്പൊടികൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കും